മോളെ ജേ, ആ ദേ ആ കാർ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് നേരെ എത്രയായി? നീ അവിടെ എന്തെടുക്കുക? ദാ വരുന്നു വല്യച്ഛ. നീ എന്താ വിളിച്ചത്? വല്യച്ഛനോ? ദേ അച്ഛൻ. ആ കാർ ഡ്രൈവർ പോലും അങ്ങനെ അറിയാവൂ. അയ്യോ, ഞാനത് മറന്നു. സോറി വല്യച്ഛ. ഏ? ഓ അല്ല, അച്ഛൻ. അമ്മ എവിടെ? അപ്പുറത്ത് കടുമാങ്ങാച്ചാർ എടുക്കുക, എനിക്ക് കൊണ്ടുപോവാൻ. അച്ഛന് വലിയ ഇഷ്ടായിരുന്നു അത്രേ. ബാഗ് അടക്കില്ലേ മോളെ, ദാ ഇതും കൂടി വെക്കേ. ശോ, ഇത് ഞാൻ കൊണ്ടോണോ അമ്മേ? എന്തോ കൊണ്ടുപോയാല് ഞാൻ തന്നു വിട്ടാന്ന് അവിടെ ആരോടും പറയണ്ട. മണിയമ്മയും വിശ്വേട്ടനല്ലേ ഇപ്പൊ നിന്റെ അച്ഛനും അമ്മയും. അവര് തന്നു വിട്ടതാന്ന് പറഞ്ഞാ മതി, അല്ലേ വിശ്വേട്ടാ? അതെ, അങ്ങനെ പറയാവൂ, അല്ലെങ്കിൽ അപകടമാ. പിന്നെ നീ ഇങ്ങനെ ദേവന്റെ രുചിക്കനുസരിച്ചുള്ളതൊക്കെ കൊടുത്തുവിട്ടാൽ അതും ചിലപ്പോൾ അപകടം ചെയ്യും. അതെങ്ങനെ വിശ്വേട്ടാ? ഞാനിതില് എന്റെ പേരൊന്നും എഴുതി വെച്ചിട്ടില്ലല്ലോ. എന്നാലും അതല്ല ഗീതേ, നിന്റെ കൈകൊണ്ടുണ്ടാക്കിയതിന്റെ രുചി അവൻ ചിലപ്പോൾ തിരിച്ചറിഞ്ഞാലോ? സംശയം തോന്നി അവൻ വല്ലതും ചിക്കിച്ചകഞ്ഞ് ചോദിച്ചാൽ നിന്റെ മോള് തന്നെയാ കഷ്ടപ്പെടുക. ഇല്ല വിശ്വേട്ടാ, അതൊക്കെ ജയമോൾ എന്തെങ്കിലും പറഞ്ഞൊഴിഞ്ഞോളും. അറിയാതെയും കാണാതെയും ഇതെങ്കിലും ഞാൻ ചെയ്തോട്ടെ വിശ്വേട്ടാ. ശരി, അത് ബാഗിൽ വെക്ക്, നമുക്കിറങ്ങാം. ഞാൻ ആ കവല വരെ കാണൂ. അവിടെ നിന്ന് ഈ കാറിൽ തനിച്ചു പോവില്ലേ? ആ ഗീതേ, മോളിറങ്ങുമ്പോ കരച്ചിലും പിടിച്ചിലും ഒന്നും വേണ്ട. നീ ഇവിടെ നിന്നാ മതി. വെറുതെ ആ ഡ്രൈവർക്ക് സംശയത്തിന് ഇട കൊടുക്കണ്ട. അല്ല വിശ്വേട്ടാ, ഞാൻ വേണ്ടമ്മേ. ഞാൻ പോകുന്നത് കാണുമ്പോ അമ്മയ്ക്ക് എന്തായാലും കരച്ചിൽ വരും. അത് കണ്ട എനിക്കും. അമ്മ ഇവിടെ നിന്നാ മതി. പോട്ടെ അമ്മേ. കുഞ്ഞേ, നാദറ കുഞ്ഞേ, ചേട്ടാ ഇതെവിടെ പോയി കിടക്കുന്നു? ഇച്ചിരി മുമ്പ് ഇവിടെ പുസ്തകം വായിച്ചോണ്ടിരുന്നാണല്ലോ. കുഞ്ഞേ, നാദറ കുഞ്ഞേ, കുഞ്ഞേ. എന്താ എൽദോ, എന്തിനാ ഇങ്ങനെ കിടന്ന് ബഹളം വെക്കുന്നേ? കുഞ്ഞിത് എവിടെ പോയിരിക്കായിരുന്നു? ദേ നമ്മുടെ ജിഷമോള് വന്നു. വന്നു. കാറ് രാവിലെ തന്നെ അയച്ചിട്ട് കുട്ടി എന്താ ഇത്ര വൈകിയേ? അമ്മ അവിടെ തന്നെ വിടാഞ്ഞിട്ട് ആന്റി. ഞാൻ ഇറങ്ങാൻ തുടങ്ങുമ്പോ ഇനി എന്നാ കാണുന്നേന്നും പറഞ്ഞ് കൊറേ നേരം പിടിച്ചു നിർത്തി. എന്നാലേ കുഞ്ഞവിടെ അമ്മയുടെ ഭാഗം കേട്ടോണ്ടിരുന്നപ്പം ഇവിടെ നാദറ കുഞ്ഞും ജേഡി സാറും മുള്ളിന്റെ മോളിൽ കൂടെ നടക്കുകയായിരുന്നു. ജിഷമോൾ എന്താ വൈകുന്നേന്നും പറഞ്ഞു. ഇനി ഇങ്ങനെ വീട്ടിലേക്കെന്ന് പറഞ്ഞ് കൂടെ കൂടെ പോകാനെന്ന് പറഞ്ഞില്ല കേട്ടോ. അതെ, എൽദോ ഔട്ട് ഹൗസിൽ ചെന്ന് ജേഡി അങ്ങോട്ട് വിളിച്ചേ. ഇപ്പൊ അങ്ങോട്ട് പോയെന്നേ ഉള്ളൂ, ഇരിപ്പറക്കുന്നുണ്ടാവില്ല. അത് വെറുതെയാ. ആത്മാക്കളുമായി ചർച്ച ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം മറന്നങ്ങിരിക്കും. വിളിക്കാൻ ചെന്നാൽ എൻ്റെ നേരെ ചാടിക്കടിച്ചോണ്ട് വരികയും ചെയ്യും. എന്നാലും സാരമില്ല, ജിഷമോള് വന്ന കാര്യം ഞാൻ ചെന്ന് പറയാം. പിന്നെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് എന്താന്ന് വെച്ചാ അതിന്റെ പങ്ക് എൽദോ കൂടെ വെച്ചേക്കണം. അതൊക്കെ വെച്ചേക്കാം. എൽദോ ഒന്ന് വേഗം പോയി വിളിച്ചിട്ട് വാ. മറക്കാതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. ഇനി പറഞ്ഞേ, എന്തൊക്കെയുണ്ട് വീട്ടിലെ വിശേഷങ്ങള്? അമ്മയ്ക്ക് സുഖം തന്നെയല്ലേ? അസുഖം പറയാനൊന്നുമില്ല, പക്ഷേ ഞാനിങ്ങ് പോന്നതിന്റെ മനപ്രയാസം ശരിക്കും ഉണ്ട്. അത് പിന്നെ ഇല്ലാതിരിക്കോ? അച്ഛൻ പോലും സഹായത്തിനില്ലാതെ ഒറ്റയ്ക്ക് വളർത്തിയതല്ലേ അമ്മ നിന്നെ.
ഭർത്താവ് ഉണ്ടായിട്ടും ഒറ്റയ്ക്ക് കഴിയേണ്ടി വരിക എന്നുള്ളത് ചിലരുടെ വിധിയാ മോളെ. ശരിയാ. എന്റെ അമ്മയ്ക്ക് എല്ലാം ഉണ്ട്, എന്നാ അനുഭവത്തിലൊന്നുമില്ല. വല്ലാത്തൊരു വിധി തന്നെയാ അത്. അതെ കുട്ടി. അല്ലെങ്കിൽ പിന്നെ വിശ്വേട്ടൻ ഇങ്ങനെ സന്യസിക്കാൻ പോണോന്ന് തോന്നുന്നു. ഇപ്പതേ നീയും ഇങ്ങോട്ട് പോന്നു. അമ്മയെ ഓർത്തിട്ട് നിനക്കൊണ്ട് വിഷമല്ലേ? പിന്നെ എനിക്കെന്റെ അച്ഛനെ അല്ല ചെറിയച്ഛനെ ആന്റിയൊക്കെ കിട്ടിയില്ലേ? നിങ്ങൾ എന്നെ പഠിപ്പിച്ച് ഒരു നിലയിൽ എത്തിക്കുമെന്ന് അമ്മയ്ക്കും അറിയാം. അതുകൊണ്ട് അമ്മയ്ക്കിപ്പോ അത്രയ്ക്ക് വിഷമമൊന്നുമില്ല. മോളുടെ ഉയർച്ച കണ്ട് സമാധാനിക്കാമെന്ന് കരുതിയിട്ടുണ്ടാവും. പാവം. ആ പിന്നെ എന്നെക്കുറിച്ച് എന്തെങ്കിലും ചോദിച്ചോ അമ്മ? ചോദിച്ചു, ഒരുപാട് ചോദിച്ചു. ഞാൻ ആന്റിയെക്കുറിച്ച് പറഞ്ഞപ്പോ നേരിട്ട് കാണാൻ ഒരു ദിവസം ഇങ്ങോട്ട് വരാമെന്നും പറഞ്ഞു. ആഹാ, അതെയോ? എന്നാ പിന്നെ ഇന്ന് എന്നെ മോക്ക് കൊണ്ടുവരാറുന്നില്ലേ അമ്മയെ കൂടെ? അയ്യോ, അതൊക്കെ പിന്നെ ആവാ ആന്റി. ആ, ഞാൻ ഒരു കൂട്ടം കൊണ്ടുവന്നിട്ടുണ്ട്. ദാ, അമ്മ തന്നെ ഉണ്ടാക്കിയ കണ്ണിമാങ്ങാച്ചാറാ. അച്ഛന് വലിയ ഇഷ്ടായിരുന്നു അത്രേ. ആഹാ, പക്ഷേ ഇവിടെ അച്ഛനില്ലല്ലോ, ചെറിയച്ഛനും ആന്റിയല്ലേ ഉള്ളത്. അത് അത് ശരി തന്നെയാ. പക്ഷേ അച്ഛന് ഇഷ്ടമുള്ളതെന്തും ചെറിയച്ഛന് ഇഷ്ടാവുമല്ലോ, അതുകൊണ്ട് തന്നു വിട്ടതാ. ശരി ശരി. എന്തായാലും ഇവിടുന്ന് പോയതിന് ശേഷം നിനക്ക് എന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്. ആകെ ഒരു വെപ്രാളം. അമ്മയെ ഓർത്തിട്ടാവും അല്ലേ? സാരമില്ല, ചെറിയച്ഛൻ വരുമ്പോഴേക്കും മുഖമൊക്കെ കഴുകിയൊന്ന് ഫ്രഷ് ആവും. ഞാൻ ഇത് കൊണ്ടുവച്ചിട്ട് വരാം. ശോ, എന്റെ ഈശ്വരാ, ഞാൻ എന്തൊക്കെയാ പറഞ്ഞു പോയത്. കുട്ടി, സമയത്രായി? 6 മണി കഴിഞ്ഞു. നീ കുറച്ച് ദിവസമായിട്ട് കാറ് വേണ്ടെന്ന് വെച്ച് ലൈൻ ബസ്സിൽ വന്നോളാൻ തീരുമാനിച്ചത് ഇങ്ങനെ തോന്നിയ സമയത്ത് കയറി വരാനാ? ചെറിയച്ഛ, ഞാൻ വേണ്ട. ഒരു കാര്യം മുഖവര ചേർത്ത് പറയാൻ എനിക്കറിയില്ല. അതുപോലെ എന്നോട് ഉത്തരം പറയുമ്പോഴും വളരെ സ്ട്രെയിറ്റ് ആയിട്ട് വേണം പറയാൻ. ജിഷ 4 മണിക്ക് എത്തേണ്ടതാണോ? എന്താ വൈകിയത്? അത് ഞാൻ ഒരു കൂട്ടുകാരിയുടെ. കള്ളം പറയാൻ ശ്രമിക്കുന്ന കരയണ്ട. കള്ളക്കരച്ചിൽ. 2 മണിക്കൂർ നീ എവിടെയാ പോയെന്ന് എനിക്ക് അറിയണം. ജെഡി പ്ലീസ്, ഞാൻ ചോദിച്ചോളാം. അതെന്താ ഞാൻ ചോദിച്ചാലേ? എനിക്ക് അധികാരമില്ലേ? അതെ, അച്ഛന് അധികാരമുണ്ട്. വഴക്കു പറയാനും തല്ലാനും ഒക്കെ അധികാരമുണ്ട്. കണ്ടോ കണ്ടോ അവളുടെ കള്ള ലക്ഷണം കണ്ടോ? എന്നോടൊന്നും ഒളിക്കാൻ ശ്രമിക്കണ്ട. നേര് പറഞ്ഞ നേരത്തെ പോവാം. കോളേജ് സമയം കഴിഞ്ഞ ശേഷം ബ്രിട്ടീഷ് ലൈബ്രറിക്ക് മുമ്പിലെ പാർക്കിൽ നിന്നോടൊപ്പം കണ്ട ചെറുപ്പക്കാരനാരാ? അത് ചെറിയച്ഛ. ആരായാലും കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കും മോളെ. ചെറിയച്ഛൻ നിങ്ങളെ നേരിട്ട് കണ്ടതാ അവിടെ. അത് മനു, ജേർണലിസ്റ്റ്. ആ, അങ്ങനെ വരട്ടെ. ഇപ്പൊ ഞാൻ ഊഹിച്ച ആള് തന്നെ. ഒരു ദിവസം എന്നെ കാണാനെന്നും പറഞ്ഞ് അവൻ ഈ ഗേറ്റിന് മുന്നിൽ വന്നതാ. ഇപ്പൊ എന്തിനാ നിന്റെ പിന്നാലെ കൂടിയത്? നിങ്ങൾ ഫ്രണ്ട്സാണ്? ഏയ്, എന്റെ കൂടെ പഠിക്കുന്ന ദിയയുടെ കസിൻ ബ്രദറാ. അവക്കൊരു പുസ്തകം എടുക്കാൻ വേണ്ടി ലൈബ്രറിയിലേക്ക് പോയപ്പോഴാ മനുവിനെ കണ്ടത്. അല്ലാതെ ഞാൻ തനിച്ചൊന്നും ആയിരുന്നില്ല. ആ, അത് ചിലപ്പോൾ ശരിയായിരിക്കും. കൂട്ടുകാരെയും ശ്രദ്ധിച്ചു കാണില്ല. എനിക്ക് നിന്നെയല്ലേ അറിയൂ. എന്റെ ജെഡി, കൂട്ടുകാരിയുടെ കൂടെ അവളുടെ കസിൻ ബ്രദറുമായിട്ട് അല്പനേരം സംസാരിച്ചു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. പക്ഷെ അവന്റെ ഉദ്ദേശം ഇവളെ സ്വാധീനിച്ച് ഞാനുമായി ഒരു സൗഹൃദം സ്ഥാപിക്കലാവണം. എന്താ ശരിയല്ലേ? ആ, അതെ. JD സാറിന്റെ ഒരു ഇന്റർവ്യൂ തരപ്പെടുത്തി തരാൻ പറ്റുമെന്ന് എന്നോട് ചോദിച്ചു. കണ്ടോ, എന്റെ ഡൗട്ട് കറക്റ്റാ. അതിലൊന്നും ചെറിയച്ഛന് യാതൊരു താല്പര്യവുമില്ല. അതുകൊണ്ട് അത്തരക്കാരോടും ചെറിയച്ഛനെ കുറിച്ച് ഒന്നും പറയാൻ നിൽക്കണ്ട. അവരുടെ ഉദ്ദേശങ്ങൾ വേറെയാ. മോള് ശ്രദ്ധിക്കണം. ഉം. ഓക്കെ.
ജെഡി, വിശ്വേട്ടൻ്റെ മോളെ എനിക്ക് പേരുദോഷം വരുത്തിയേക്ക് സംശയിച്ചിട്ടൊന്നുമല്ല. എങ്കിലും എവിടെയോ ഒരു പേടി. मौत का एक दिन मोहब्बत है नींद क्यों रात भर नहीं आती कोई सूरत नस्ल नहीं आती कोई सूरत नस्ल नहीं आती मोहब्बत है नींद क्यों रात भर नहीं आती കൊള്ളാം. നല്ല സ്വരം. അയ്യോ, ഞാൻ സോറി ആന്റി. അത് അറിയാതെ ശബ്ദം ഇത്തിരി കൂടിപ്പോയെന്ന് തോന്നുന്നു. ചെറിയച്ച എഴുതുന്നിടത്തെങ്ങാനും കേട്ട് കാണോ? കേട്ടാലും ഒരു കുഴപ്പമില്ല. അത്ര മധുരമായിട്ടല്ലേ നീ ഇപ്പൊ പാടിയത്. എഴുതുമ്പോഴായാലും ഇതുപോലുള്ള നല്ല സ്വരത്തിൽ മോളി കേൾക്കുന്നത് ചെറിയച്ചന് വലിയ ഇഷ്ടമാ. പാടാനുള്ള നിന്റെ ഈ കഴിവ് ചെറിയച്ചന് അറിഞ്ഞിട്ടില്ലാന്ന് തോന്നുന്നു. അയ്യോ, അതിന് മാത്രം കഴിവൊന്നും ഇല്ല ആന്റി. ഞാൻ വെറുതെയോ? നീ സംഗീതം പഠിച്ചിട്ടില്ലാന്ന് പറഞ്ഞാ ഞാൻ വിശ്വസിക്കത്തില്ല. സത്യമായിട്ടും ഇല്ല ആന്റി. പിന്നെ കുട്ടിക്കാലത്ത് അമ്മ കുറച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ആഹാ, എന്നിട്ടാണോ? അമ്മയിൽ നിന്നും പകർന്നു കിട്ടുന്നതിന് അമൃതിന്റെ മേന്മയല്ലേ കുട്ടി? പിന്നെന്തിനാ വേറൊരു ഗുരു? എന്തായാലും ആരുടെയെങ്കിലും ശിക്ഷണത്തിൽ ഒന്നുകൂടി പ്രാക്ടീസും സാധകവും ഒക്കെ തുടങ്ങിയാല് നന്നായിട്ട് തെളിഞ്ഞു വരും. നീ ഒന്ന് ശ്രമിച്ചു നോക്കിക്കൂടെ? അത് അമ്മയ്ക്ക് പണ്ടേ ആഗ്രഹം ഉണ്ടായിരുന്നു എന്നെ പാട്ട് പഠിപ്പിക്കണമെന്നും ഞാനൊരു പാട്ടുകാരി ആവണമെന്നൊക്കെ. പക്ഷേ എന്നെ സ്കൂളിൽ അയച്ച് പഠിപ്പിച്ചത് തന്നെ അമ്മ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ. സാരല്ല മോളെ, നിനക്കതിനുള്ള സമയമായത് ഇപ്പോഴാണെന്ന് കരുതിയാ മതി. അതല്ലേ നീ ഇവിടെ തന്നെ എത്തിപ്പെട്ടതും നിന്റെ സ്വരം ഞാൻ തിരിച്ചറിഞ്ഞതും. അമ്മയുടെ ആഗ്രഹം ഇനി നമുക്ക് സാധിപ്പിച്ചു കൊടുക്കണം. എന്താ ആന്റി? ഞാൻ പഠിച്ച സംഗീതത്തിന്റെ പാഠങ്ങൾ മുഴുവൻ നിന്നെ ഞാൻ പഠിപ്പിക്കാം. ഞാൻ കയറിയ സംഗീതത്തിന്റെ ഓരോ പടവുകളും നിന്നെ ഞാൻ കൈപിടിച്ചുകൊണ്ടു പോകാം. നീ വരുമെങ്കിൽ. ഏയ്, എന്താ മോളെ കാണിക്കുന്നേ? എഴുന്നേറ്റേ. എന്താ ഇത്? എന്തിനാ കരയുന്നത്? ഏയ്, ജെഡി കേട്ടോ ജിഷ പാടുന്നത്? ഓ, എഴുത്തിനേക്കാ വലിയ മൂഡിലാണല്ലോ വായന. പാട്ട് കേൾക്കുന്നത് പോയിട്ട് ആകാശം ഇടിഞ്ഞു വീണാ പോലും അറിയത്തില്ല. പ്ലീസ് ജെഡി, ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് മാറ്റിവെക്കോ? ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ? പറ, എന്താ വലിയ കാര്യം? വലിയ കാര്യം തന്നെയാ. നമ്മുടെ ജിഷക്കുട്ടി അസലായിട്ട് പാടുന്നു. പാടിക്കോട്ടെ, അതിനെന്താ? ഒരു വീട്ടിൽ തന്നെ 2 പാട്ടുകാരിലുണ്ടായ പ്രോബ്ലം ഉണ്ടാവോ? എന്ത് പ്രോബ്ലം? പിന്നെന്താ പ്രശ്നം? ഒരു പ്രശ്നവും ഇല്ല. അവളെ നമുക്ക് പാട്ട് പഠിപ്പിക്കണം. അത്രയ്ക്ക് നന്നായിട്ട് പാടുവോള്? അതെ ജെഡി, അല്ലെങ്കിൽ ഞാൻ പറയൂ? എന്തുകൊണ്ട് ഇതുവരെ ആരും ആ കുട്ടിയുടെ കഴിവ് തിരിച്ചറിഞ്ഞില്ലെന്നാ എനിക്ക് അത്ഭുതം. അങ്ങനാണെങ്കിൽ അവള് പാട്ട് പഠിച്ച കാര്യം വിശ്വട്ടം മനഃപൂർവ്വം മറച്ചു വെച്ചതായിരിക്കും. നമ്മൾ അതിനും കൂടി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. ഏയ്, അതൊന്നുമല്ല. ജിഷ ഇതുവരെ ആരുടെ കീഴിലും പാട്ട് പഠിക്കാനൊന്നും പോയിട്ടില്ല. അവളുടെ സംഗീത ഗുരു അമ്മ മാത്രമാണെന്ന് എന്നോട് പറഞ്ഞത്. ആര്? മണിയടുത്തിയാ? സംഗീതത്തിന്റെ സാ പോലെ അവരുടെ 7 അയലത്തൂടെ പോയിട്ടില്ല, പിന്നെയല്ലേ ഗുരുവാവുന്നത്. പക്ഷേ അവൾ അങ്ങനെയാണല്ലോ എന്നോട് പറഞ്ഞത്.
ജെഡിയുടെ കുടുംബത്തിൽ വേറെ ആരെങ്കിലും പാടുമായിരുന്നോ? ഗീത പാടുമായിരുന്നു അല്ലേ? കുറച്ചൊക്കെ. ഉം. എങ്കിൽ അവരുടെ അടുത്തുനിന്നാവും ജിഷ പഠിച്ചത്. ആ പേര് എന്നോട് പറയാനുള്ള വിഷമം കൊണ്ടാവും അവൾ അമ്മയാണെന്ന് പറഞ്ഞത്. ഏയ്, അതിന് വഴിയില്ല. ഗീതയും ഞങ്ങളുടെ കുടുംബമായിട്ട് അങ്ങനെ. നമുക്ക് ആ വിഷയം വിടാം. ആ, ജെഡി വിട്ടേക്ക്. ഞാൻ എന്തായാലും ജിഷയെ സംഗീതം പഠിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചിരിക്കാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഇനി എനിക്ക് എൻ്റെ വായന തുടരാലോ? ഇഷ്ടം പോലെ ചെയ്തോ, ഞാൻ പോവാം.